ഈ ഓർഡറിൽ എനിക്കൊരു കള്ളത്തരം ചെയ്യേണ്ടി വന്നു. നിവൃത്തികേടും കൊണ്ട് ചെയ്തതാ. പക്ഷേ അതിങ്ങനെയൊക്കെ ആയിത്തീരുമെന്ന് ഞാനും പ്രതീക്ഷിച്ചില്ല. കേക്കിന് എക്സ്ചേഞ്ച് പോളിസി കൊടുക്കേണ്ടി വന്ന കസ്റ്റമറായിരുന്നു ഇവര്. ആ കഥ അറിയണമെങ്കിൽ എൻ്റെ പേജിലെ ഫസ്റ്റ് വീഡിയോ ഒന്ന് നോക്കിയാൽ മതി. 2 മാസത്തെ നാട്ടിലെ വെക്കേഷൻ്റെ ഇടയിൽ 4ാമത്തെ തവണയാണ് ഇവർ എൻ്റെ അടുത്ത് കേക്ക് വാങ്ങിച്ചത്. ആദ്യത്തെ 3 പ്രാവശ്യവും സീറ്റ് ക്രേവിങ്സിനായിരുന്നെങ്കിൽ 4ാമത്തെ തവണ അവരുടെ ഉമ്മയുടെ ബർത്ത്ഡേ കളറാക്കണം എന്നുള്ള ആഗ്രഹത്തോടെയായിരുന്നു കേക്ക് ഓർഡർ ചെയ്തത്. ഉമ്മയുടെ ഫേവറേറ്റ് മാത്രം നോക്കിയിട്ടാണ് കേക്കിന്റെ ഡിസൈനും ഫ്ലേവറും ഒക്കെ നമ്മൾ ചൂസ് ചെയ്തത്. അതിന്റെ കൂടെ ഉമ്മിക്ക് ഒരു ജ്വല്ലറി കൂടി ആള് സർപ്രൈസ് ആയി വാങ്ങിച്ചു വെച്ചിട്ടുണ്ടെന്നും അതിനൊരു ഹാമ്പർ ബോക്സ് സെറ്റ് ചെയ്യണമെന്നും കൂടി പറഞ്ഞു. ആളുടെ ആവശ്യപ്രകാരം ഹാമ്പർ ബോക്സിൽ ഒരു ജ്വല്ലറി ബോക്സ് വെക്കാനുള്ള സ്പേസ് വിട്ടിട്ട് ബാക്കി എങ്ങനെയാച്ചാൽ ഡെക്കറേറ്റ് ചെയ്ത് വെക്കാനും പറഞ്ഞു. കേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ആ ബോക്സ് അവർ എൻ്റെ കയ്യിൽ തരും. ഞാൻ അതൊന്ന് ജസ്റ്റ് പ്ലേസ് ചെയ്തിട്ട് അവർക്ക് തിരിച്ചു കൊടുക്കാം. അങ്ങനെയായിരുന്നു ഞങ്ങളുടെ പ്ലാനിങ്. പക്ഷേ അവസാനം കൊണ്ട് പ്ലാനിങ് ചതിച്ചു. അവർക്ക് സാധനം എനിക്ക് കൊണ്ടുവന്ന് തരാൻ പറ്റിയില്ല. ഞാനാണെങ്കിൽ ഇതൊക്കെ വീഡിയോ എടുത്തു. അവസാനം ഫോട്ടോയ്ക്കും വീഡിയോയ്ക്കും വേണ്ടി എൻ്റെ കയ്യിലുള്ളൊരു ജ്വല്ലറി വെച്ച് എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നു. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ കള്ളത്തരം. എന്തായാലും കേക്കും കാലിയായ ഹാമ്പറൊക്കെ ഞാൻ അവരെ ഏൽപ്പിച്ചു. തിരിച്ചു കിട്ടിയ റിവ്യൂ എന്ന് പറയുന്നത് മനസ്സും വയറും നിറയ്ക്കുന്നതായിരുന്നു. ഒരു ബോക്സ് ചൂടുള്ള കട്ട്ലറ്റും നല്ല നാടൻ മാമ്പഴവും പിന്നെ ആ ദിവസം മുഴുവൻ സന്തോഷം നൽകിയ ഈ ഒരു റിവ്യൂ.